വെൽക്കം ബാക്ക് ടു ഫൈഹാസ് റെസിപ്പി. അപ്പോൾ ഇന്ന് ഞാൻ പഴയതുപോലെ തന്നെ ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന് മുമ്പ് ഞാനൊരു സ്വീറ്റ് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, ബസ്ബൂസ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് ബക്ലോവയാണ്. ഇതൊരു അറബിക് സ്വീറ്റ് റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ഫൈലോ പാസ്ട്രി ലീവ്സ് ആണ് വേണ്ടത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലല്ല ഫ്രോസൻ്റെ സെക്ഷനിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഈ ഒരു പാക്കിൽ ഏകദേശം 10 ലീവ്സോളം ഉണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം. നമ്മുടെ ഈ കുനാഫയുടെ ഒക്കെ ആ ഒരു മാവ് കിട്ടുന്ന ആ ഒരു സെക്ഷനിൽ ഉണ്ടാവും ഈ ഒരു ഫൈലോ പാസ്ട്രി ലീവ്സ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇത് ആണ് വേണ്ടത്. നമുക്ക് വീട്ടിൽ വെച്ചും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് റെഡിമെയ്ഡായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇനി ഞാനിതിലോട്ട് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമും അതുപോലെ പിസ്ത, കാഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ അൺസോൾട്ടഡ് 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടർ മൊത്തത്തിൽ നമുക്ക് ഇതിലോട്ട് ആവശ്യമുണ്ട്. ഈ ഒരു ബട്ടറിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഓയിലും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ബട്ടർ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ ബട്ടർ മാത്രമാകുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് മടുപ്പ് വരും. അതുകൊണ്ട് ഞാൻ ബാക്കി ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഞാനിവിടെ നട്ട്സ് എല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് ക്രഷ് ചെയ്തെടുക്കണ്ട, ചെറുതായിട്ട് കടിക്കുന്ന പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ. അതുപോലെ ബട്ടറും ഓയിലും കൂടെ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫൈലോ ഷീറ്റ്സ് ഓരോന്നായിട്ട് ഭയങ്കര ശ്രദ്ധയോടെ വേണം കേട്ടോ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ടിഷ്യൂ പേപ്പറിനേക്കാളും കട്ടി കുറഞ്ഞൊരു ഷീറ്റാണിത്. അപ്പോൾ വളരെ പതുക്കെ വേണം ഇത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ട്രേയിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിൻ്റെ അതേ ഷേപ്പിൽ ആ ഒരു പാകത്തിന് കറക്റ്റാക്കി ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ബേക്കിംഗ് ട്രേ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു നനഞ്ഞ തുണീൻ്റെ ഉള്ളിൽ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഹാർഡായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഇതുപോലെ ഒന്ന് മൂടി വെക്കുക. ഇനി നമ്മളുടെ ബേക്കിംഗ് ട്രേൻ്റെ 4 സൈഡിലും നല്ലതുപോലെ നമുക്ക് ഓയിൽ പുരട്ടി കൊടുക്കണം. നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബട്ടറിൻ്റെയും ഓയിലിൻ്റെയും മിക്സ്ചറാണ് കേട്ടോ ഇത്. നല്ലതുപോലെ എല്ലാ സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ഫസ്റ്റ് ഷീറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കട്ട് ചെയ്തതിൽ കുറച്ച് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു ഷീറ്റ് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും നല്ലതുപോലെ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഷീറ്റിൽ വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഷീറ്റ് വെച്ച് കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ നല്ലതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 3 ലെയർ വെച്ചതിന് ശേഷമാണ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് ലെയറാണ്. ഇതിൻ്റെ മുകളിലും നല്ലതുപോലെ ബട്ടർ മെൽറ്റ് ചെയ്തത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 3ാമത്തെ ലെയറും വെച്ചതിന് ശേഷമാണ് നട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് ലെയർ വേണമെന്നുണ്ടെങ്കിൽ 4ഉം 5ഉം ലെയർ വെച്ചതിന് ശേഷം വെച്ച് കൊടുത്താൽ മതിയാകും. നട്ട്സ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാനിതിൻ്റെ സൈഡിൽ കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തത്. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ബേക്കിംഗ് ട്രേയിൽ കറക്റ്റായിട്ട് വരണം ഈ ഒരു ഫൈലോ ഷീറ്റ്. അപ്പോൾ ഞാനിതൊരു കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3ാമത്തെ ലെയറിലും നല്ലതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിന് മുകളിൽ നട്ട്സ് ഇട്ട് കൊടുക്കണം. നട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ലെയറിൽ മുകളിൽ വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു ലെയർ അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഒരു സൈഡ് നല്ലതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് നട്ട്സിൻ്റെ മുകളിൽ ബട്ടർ ഒഴിച്ചു കൊടുത്താൽ അത് എല്ലായിടത്തും ഒരുപോലെ എത്തൂല. അപ്പോൾ ഞാനിത് ആ ഷീറ്റ് ഇതിൻ്റെ മുകളിലോട്ട് വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആ ഒരു വെക്കുന്ന സൈഡ് ഞാൻ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ഭാഗം നട്ട്സിൻ്റെ സൈഡിലോട്ടാക്കി വെക്കണം. ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ആ ഒരു ഭാഗം നട്ട്സിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വേണം അടുത്ത ഷീറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ശേഷം ബാക്കിയുള്ള മുകളിലും നമ്മൾ നേരത്തെ ചെയ്ത അതേപോലത്തെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്. നല്ലതുപോലെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഒരു ഷീറ്റ് അത്രയും കട്ടി കുറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കീറി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള ബട്ടർ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള 3 ലെയറും കൂടെ വെക്കുക. ശേഷം ഇതുപോലെ തന്നെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള 3 ലെയറും കൂടെ വെക്കാം. ഞാനിത് 10 ഷീറ്റും ഈ ഒരു ഒറ്റ
2 സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 സ്റ്റെപ്പായിട്ടാണ് നട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക. ഒരുപാട് ലെയർ വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ 2 ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ട് നേരിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാ ലെയറും വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിത് മുകളിലും കൂടെ ബട്ടറും ഏറ്റവും മുകളിലത്തെ ലെയറും കൂടെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സാധാരണ ബക്കലോവ ഡയമണ്ട് ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. പതുക്കെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു ബട്ടറിലെല്ലാം ഈ ഒരു ഷീറ്റ് നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി കട്ട് ചെയ്ത് ഈ സൈഡിൽ ഈ ഒരു കട്ട് ചെയ്തെടുത്തും കൂടെ നമുക്ക് പതുക്കെ ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കുക. പതുക്കെ വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ സൈഡിലും നല്ലതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ 120 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് ബേക്ക് ചെയ്ത് വരുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള സിറപ്പ് തയ്യാറാക്കി എടുക്കുക. അതിനുവേണ്ടി ഞാനൊരു സോസ് പാനിലോട്ട് 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇതിലോട്ട് ഒരു പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു സിനമൺ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഇതിന് നല്ലതായിട്ടൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഹണി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷുഗർ എല്ലാം ഒന്ന് മെൽറ്റായി വരുന്നത് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഒരു നൂൽ പരുവൊന്നും ആക്കിയെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് മെൽറ്റായി ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ ഈ ഒരു ബക്കലോവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടെ ഒന്ന് കട്ടർ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലതുപോലെ ആ ഒരു സിറപ്പ് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സിറപ്പ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ബക്കലോയും നല്ലതുപോലെ ചൂടുണ്ടാവണം, അതുപോലെ നമ്മുടെ സിറപ്പും നല്ലതുപോലെ ചൂടുണ്ടാവണം. രണ്ടും നല്ലതുപോലെ ചൂടുള്ള സമയത്ത് വേണം ഇത് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പതുക്കെ അതിൻ്റെ മുകളിൽ പതുക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം നല്ലതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്തതിൽ ബാക്കി വന്ന കുറച്ച് നട്ട്സ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത മാത്രം ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ ബാക്കി വന്നതിൽ കുറച്ചുള്ളത് മൊത്തത്തിൽ ഇവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഇപ്പം തന്നെ കഴിക്കാൻ വേണ്ടി പറ്റില്ല. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഏറ്റവും നല്ലത് നമ്മൾ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്നേക്ക് എടുക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ സിറപ്പെല്ലാം സോക്കായി നല്ലതുപോലെ ടേസ്റ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിവിടെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2-2.5 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുള്ളൂ. അപ്പോൾ നട്ട്സെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വെക്കുക. അങ്ങനെ ഇതിപ്പോൾ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. കണ്ടോ, നല്ലതുപോലെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ക്രിസ്പിയും ബാക്കിയുള്ള ലേസൊക്കെ നല്ലതുപോലെ സോഫ്റ്റും ആണ്. നല്ല ടേസ്റ്റി ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഡെസേർട്ട് മധുരം ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ്, ഒരു അറബിക് ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഫൈലോ ഷീറ്റ് നമുക്ക് ഇപ്പോഴത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഫൈലോ ഷീറ്റ്സ് വെക്കുന്ന ആ ഒരു പണിയുള്ളൂ, ബാക്കിയെല്ലാം സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക്